ഇത് നമ്മുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അത് പ്രമാണിച്ച് എല്ലാ വർഷവും ചെറിയ രീതിയിലുള്ളൊരു സദ്യ നമ്മൾ വീട്ടിലിങ്ങനെ വയ്ക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നാരങ്ങയും കാര്യങ്ങളും എല്ലാം ഇന്നാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ സവാള അരിയലായിരുന്നു എൻ്റെ പണി. അങ്ങനെ അതെല്ലാം അരിഞ്ഞു. പിന്നെ എന്താ പറയുക, വഴറ്റാനുണ്ടായിരുന്നു. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അതേ അടുപ്പിൽ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു മുട്ടായി ഒഴിച്ചു കേട്ടോ. എൻ്റെ ലേറ്റസ്റ്റ് ഫേവറേറ്റ് മുട്ടായിയാണ് കേട്ടോ. പിന്നെ അവിയലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ സദ്യയുടെ മെയിനായിട്ടായ പായസവും അടുപ്പത്ത് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇളക്കലായിരുന്നു എൻ്റെ പണി. പിന്നെ ചിക്കൻ കാര്യങ്ങളൊക്കെ കഴുകാൻ നേരത്ത് വന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ വെളിയിൽ കൊണ്ട് കളഞ്ഞപ്പോൾ നമ്മുടെ കാക്കകളും പിന്നെ എന്താ പറയുക പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനൊക്കെ വീട്ടിൽ വെച്ചാൽ പിന്നെ പൂച്ച മാറത്തില്ല, അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. പിന്നെ എന്താ പറയുക, പായസം റെഡിയായതിന് ശേഷം ഞാനാണെങ്കിൽ എപ്പോഴും ഒരു ബൗളിൽ പായസം ഇങ്ങനെ എടുത്തിട്ട് കുടിക്കാറുണ്ട്. ചൂടോടുകൂടി സദ്യയോടെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് നമ്മുടെ പൂച്ചക്കുട്ടൻ വന്നത്. പിന്നെ അവനും ഒരു പേപ്പറിൽ വെച്ചിട്ട് പായസം കൊടുത്തു കേട്ടോ. അത്യാവശ്യം ചൂടുണ്ടായതുകൊണ്ട് തന്നെ അവൻ്റെ വായൊക്കെ പൊള്ളിയായിരുന്നേ. പിന്നെ എന്താ പറയുക, ഒരു മാറ്റി വെച്ചു കേട്ടോ. വെയിലായതുകൊണ്ട് തന്നെ തണലത്തോട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട്. പായസമൊക്കെ ഇഷ്ടം. അങ്ങനെ പായസം കുടിച്ചിട്ട് അടുക്കളയിൽ പോയി നോക്കാൻ നേരത്താണെങ്കിൽ ഇതേ ചിക്കനും കാര്യങ്ങളൊക്കെ അരപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സൈഡിൽ കരളും കാര്യങ്ങളൊക്കെ വറുത്തിട്ടുണ്ട്. ചിക്കൻ കറിയും അടുപ്പത്തിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം പണികളെല്ലാം അടുക്കളയിലെല്ലാം കഴിയാറായിട്ടോ. അപ്പോഴാണെങ്കിൽ വിശപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നേ. അങ്ങനെ കറികളെല്ലാം അവസാനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാമ്പാർ രാവിലെ ഇഡലി സാമ്പാറും ആയിരുന്നല്ലോ, അപ്പോൾ ആ ഒരു സാമ്പാറാണ്. പിന്നെ പുളിശ്ശേരിയും കിച്ചടിയും പിന്നെ പയറ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സദ്യയും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് വേണം നമുക്ക് വൈകുന്നേരം കുളിച്ച് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇന്നാണ് കുതിരയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ സമയം ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ ഇലയൊക്കെ ഇട്ട് പപ്പടമൊക്കെ വെച്ച് ചോറും കറികളൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ പറയുക, ഇഞ്ചി നാരങ്ങയൊക്കെ കുറച്ചേ ഞാൻ വിളമ്പിയുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ അധികം ഒരുപാട് കഴിക്കാറില്ലേ. അങ്ങനെ പിന്നെ അതേ കറികളെല്ലാം വിളമ്പി നമ്മുടെ ഇന്നത്തെ സദ്യ ഇവിടെ കഴിഞ്ഞു കേട്ടോ.